ഹായ്, ക്രിയാറ്റിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. നമുക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ എന്ന് പറഞ്ഞ ഒരു 5 months ആയിട്ടേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ക്രിയാറ്റിൻ ഞാൻ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 week മുന്നേ ഞാൻ പിന്നെയും ചെയ്തു. നോർമലാണ്, എൻ്റെ കേസിൽ നോർമലാണ്. പിന്നെ ഇത് എടുക്കുന്നവർ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്രിയാറ്റിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യുക, അതിന് ശേഷം എടുക്കുക. കാരണം നമ്മുടെ ക്രിയാറ്റിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ബോഡിക്ക് അല്ലാതുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഇത് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ, എനിക്ക് കുറച്ചുകൂടെ വർക്കൗട്ടിൽ സ്ട്രെങ്ത് കിട്ടി. ഒരു 30 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു 10 kg എടുക്കുന്നിടത്ത് ഞാനിപ്പോൾ 25 kg ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡംബിൾസ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ സ്ക്വാട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് കൂടും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇതിനകത്തൂടാണെന്ന് തോന്നുന്നു, സ്ട്രെങ്ത് കൂടി നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ, നല്ല വെയിറ്റ് എടുക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡിക്ക് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ മസിൽ മാസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം. പിന്നെ ചെറിയ ചെറിയ ഡിസ്അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിലും ഉള്ള പോലെ ഇതിനുമുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി, ബൈ ബൈ.